നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. വോട്ടർ ID മറന്ന് ബോറിസ് ജോൺസൺ. വോട്ട് ചെയ്യാൻ ഫോട്ടോ ID ആവശ്യപ്പെടുന്ന നിയമങ്ങൾ ബോറിസ് ജോൺസന്റെ സർക്കാർ 2022 തെരഞ്ഞെടുപ്പ് നിയമത്തിലാണ് അവതരിപ്പിച്ചത്. സൗത്ത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ്ഷെയറിലെ പോളിംഗ് സ്റ്റേഷനിൽ ആദ്യം ഫോട്ടോ ID മറന്നത് കാരണം ആദ്യം വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നീട് ജോൺസൺ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വക്താവ് പറഞ്ഞു. ഫോട്ടോ ID ഹാജരാക്കുന്നതിൽ മുൻ പ്രധാനമന്ത്രി ആദ്യം പരാജയപ്പെട്ടുവെന്നത് നിഷേധിച്ചില്ല. UK കെയർ വർക്കർ വിസകളിൽ 83% ഇടിവെന്ന് ഹോം ഓഫീസ് കണക്കുകൾ. 2023 കണക്കുകളെ അപേക്ഷിച്ച് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ ആരോഗ്യ പരിചരണ തൊഴിലാളികൾ, വിദഗ്ധ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള വിസകളുടെ എണ്ണത്തിൽ മൊത്തം 83% കുറവുണ്ടായതായി ഹോം ഓഫീസ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2023 ആദ്യ 3 മാസങ്ങളിൽ 1,84,000 വിസകളാണ് ഹോം ഓഫീസ് അനുവദിച്ചത്. എന്നാൽ 2024 ആയപ്പോഴേക്കും ആദ്യ 3 മാസങ്ങളിൽ 1,39,100 വിസകളാണ് അനുവദിച്ചത്. കഴിഞ്ഞ വർഷം ആഭ്യന്തര റിക്രൂട്ട്മെന്റ് 30,000 കുറവുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അവസരത്തിൽ ആളുകൾക്ക് ആവശ്യമായ സാമൂഹിക പരിപാലന സേവനങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നതിന് ഒരു നല്ല പദ്ധതി UK ഉറപ്പാക്കണമെന്ന് സ്കിൽസ് ഫോർ കെയർ വർക്ക് ഫോഴ്സ് സ്റ്റിയറിംഗ് ഗ്രൂപ്പിന്റെ കോ-ചെയർ ഡേവിഡ് പിയേഴ്സൺ പറഞ്ഞു. NHS ദശലക്ഷക്കണക്കിന് പണം നൽകുന്ന സ്വകാര്യ ആശുപത്രിക്ക് മോശം പരിചരണത്തിന്റെ ചരിത്രമുണ്ടെന്ന് വാച്ച് ഡോഗ്. UK പ്രൈവറ്റായി നടത്തുന്ന ഇൻപേഷ്യന്റ് മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലുകളുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നാണ് സിഗ്നറ്റ് ഹെൽത്ത് കെയർ. കൂടാതെ ഓരോ വർഷവും NHSൽ നിന്ന് കോടിക്കണക്കിന് പൗണ്ട് ഈ ഹോസ്പിറ്റലിന് ലഭിക്കുന്നുമുണ്ട്. ഹോസ്പിറ്റലിൽ പരിശോധന നടത്തിയതിനെ തുടർന്ന് ഹോസ്പിറ്റലിന്റെ CQC സേവനം അപര്യാപ്തമാണെന്ന് വിലയിരുത്തുകയും എൻഫോഴ്സ്മെന്റ് നടപടി അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സേവനം മെച്ചപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തുടർ നടപടികൾ റെഗുലേറ്റർ സ്വീകരിക്കും. കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് ലണ്ടനിലെ ബസ്സുകളിൽ ചെയ്ത പരസ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ലണ്ടനിലെ തിരക്കേറിയ തെരുവുകളിലൂടെ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും പച്ചപ്പുമായി ഓടുന്ന ഒരു ഡബിൾ ഡക്കർ ബസ്സാണ് കുറച്ച് ദിവസമായി സൈബർ ഇടങ്ങളിൽ വൈറലാകുന്നത്. നിറഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും ഹൗസ് ബോട്ടുകളും ഉൾപ്പെടെ കേരളത്തിന്റെ ഭംഗി ഒപ്പിയെടുക്കുന്നതാണ് ബസ്സിലെ പരസ്യം. ട്രാവൽ ഫോർ ഗുഡ് എന്ന ഹാഷ്ടാഗും ബസ്സിന്റെ ഒരു വശത്തായി കാണാം. കൂടാതെ വീഡിയോയിൽ കേരളത്തിലെ ആലപ്പുഴയിലെ കായലിന്റെയും തോണിയുടെയും മറ്റ് ചിത്രങ്ങളും കാണാം. ഗോഡ്സ് ഓൺ കൺട്രി എന്നും ബസ്സിൽ എഴുതിയിട്ടുണ്ട്. ബസ്സിൽ കേരള ടൂറിസത്തിന്റെ ലോഗോയും കാണാം. റയൻ ഷിജു എന്നയാൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഇതിനോടകം 7 മില്യണിലധികം ആളുകളാണ് കണ്ടിട്ടുള്ളത്. ബസ്സിന്റെ വീഡിയോ ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. കേരള ടൂറിസത്തിന്റെ പുതിയ പ്രചാരണ രീതി എന്ന കുറിപ്പോടെയാണ് മന്ത്രി വീഡിയോ പങ്കുവച്ചത്. ആദ്യ ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ ലേബറിന് വിജയം. 4 കോടി ജനങ്ങൾ വോട്ട് ചെയ്ത കൗൺസിൽ ഇലക്ഷന്റെ ഫലപ്രഖ്യാപനം ഇന്ന് നടക്കും. ഇന്നലെ രാത്രി 10 മണിക്ക് അവസാനിച്ച തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിയത് വെളുപ്പിനെയാണ്. ബ്ലാക്ക്പൂൾ സൗത്ത് ബൈ ഇലക്ഷന്റെ ഫലപ്രഖ്യാപനം പുറത്തുവന്നപ്പോൾ ലേബറിന് വിജയം. കൺസർവേറ്റീവ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3690 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ ജയിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷത്തിന്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഋഷി സുനക്കിന് നിർണായകമാണ്. ഫലം മോശമാണെങ്കിൽ ഋഷി സുനക്കിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തെ എതിർക്കുന്ന സ്വന്തം പാർട്ടിയിലെ വിമതർ അദ്ദേഹത്തിനെതിരെ നീങ്ങുമെന്ന് മുന്നറിയിപ്പുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ലോക്കൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനെ സെമി ഫൈനൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുന്നത്. അഭയാർത്ഥികളെ BB സ്റ്റോക്ക് ഹോമിലേക്ക് മാറ്റുവാനുള്ള നീക്കം തടഞ്ഞ് പ്രതിഷേധകർ. ലണ്ടനിലെ ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരിക്കുന്ന നിയമവിരുദ്ധ അഭയാർത്ഥികളെ ഡോസറ്റിലുള്ള BB സ്റ്റോക്ക് ഹോം എന്ന ബാർജിലേക്ക് മാറ്റാനുള്ള ഹോം ഓഫീസിന്റെ നീക്കത്തെയാണ് പ്രതിഷേധകർ തടഞ്ഞത്. ലണ്ടനിൽ പെഹാമിലുള്ള വെസ്റ്റേൺ ഹോട്ടലിൽ നിന്ന് 8 അഭയാർത്ഥികളെയും വഴിയിൽ മറ്റു ചില ഹോട്ടലുകളിൽ നിന്ന് കൂടുതൽ അഭയാർത്ഥികളെയും ബസ് മാർഗം കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇതിനു മുന്നോടിയായി വെസ്റ്റേണിൽ താമസിച്ചിരുന്ന അഭയാർത്ഥികൾക്ക് ഒരാഴ്ച മുൻപ് റീലൊക്കേഷനെക്കുറിച്ച് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ നീക്കത്തെ തടഞ്ഞ് 100-ലധികം പ്രതിഷേധകർ ഹോട്ടലിന് പുറത്തെത്തുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തു. അഭയാർത്ഥികളിൽ പലരും വിദ്യാർത്ഥികളാണെന്നും അവർ അടുത്തുള്ള കോളേജുകളിൽ പഠിക്കുന്നവരാണെന്നും ഇവരെ റീലൊക്കേറ്റ് ചെയ്താൽ അവരുടെ ഭാവി തകരുമെന്നും പ്രതിഷേധകർ ആരോപിക്കുന്നു. വൈകിട്ട് 3 മണിയോടെ പ്രശ്നം മനസ്സിലാക്കി ഹോം ഓഫീസ് താൽക്കാലികമായി നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.